വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബീഹാറിൽ ഇന്നലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 202 സീറ്റുകളാണ് അവിടെ NDA സഖ്യത്തിന് കിട്ടിയത്. കോൺഗ്രസ് ദുർബലം. പോരാത്തതിന് വിചാരിച്ചതും പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റീസൺ ഇതിന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു സ്ഥലത്തും തേടിപ്പോണ്ടി വന്നില്ല. വോട്ട് ജോലിയുണ്ട്, EVM ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. EVM ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വോട്ട് ജോലി നടത്തുന്നത്? അഥവാ വോട്ട് ജോലി ഉണ്ടെങ്കിൽ എന്തിനാണ് EVM ഹാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോ അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെ കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇവരുടെ കരച്ചിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കരയുന്നവരെ നോക്കി ചിരിക്കുന്നത് ഫാസിസ്റ്റ് നടപടിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയ ഫണ്ടിൽ നിന്ന് ദാവൂദ് സാർ തള്ളുന്നത് ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. അപ്പോ വോട്ട് ജോലി ആരോപണത്തിൽ രാജ്യത്തെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർണാടകയിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാരൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ഞങ്ങൾ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ മിഥുനം സിനിമയിലെ തേങ്ങ ഉടയ്ക്കാൻ വരുന്ന നെടുമുടി വേണുവിനെ പോലെ വളരെയധികം, അതായത് ഈ സംഭവം അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ വളരെയധികം ആനന്ദ തന്തുല്യതരായിരിക്കുകയാണ് ഇവരെല്ലാവരും. പക്ഷെ ഇതിൽ നമ്മൾ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകളുടെ ആരോപണത്തിൽ രാജ്യത്തെ ആദ്യത്തെ അറസ്റ്റ് കർണാടകയിലാണുള്ളത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ബാപ്പി ആദ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് അറസ്റ്റിലായിട്ടുള്ളത്. വോട്ട് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള OTP ബൈപ്പാസ് ചെയ്യുകയാണ് ഇയാൾ ചെയ്തത്. പോരാത്തതിന് SIT ആണ് ഇത് കണ്ടെത്തിയത്. ആരോപണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങളൊക്കെ കാടിളക്കിക്കൊണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോൺ അറ്റകുറ്റപ്പണി നടത്തുന്ന കടയുടെ ഉടമയാണ് അറസ്റ്റായ ബാപ്പി ആദ്യ. കർണാടകയിലെ അലന്ത് മണ്ഡലം, പ്ലീസ് നോട്ട്, അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റുന്നതിന് സഹായിച്ചു എന്നാണ് ബാപ്പി ആദ്യക്കെതിരായിട്ടുള്ള കേസ്. OTPകൾ കൂട്ടത്തോടെ BJP നേതാവിന്റെ ഡേറ്റാ സെന്ററിലേക്ക് എത്തിച്ചു നൽകിയെന്നാണ് SITയുടെ കണ്ടെത്തൽ എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നു. കൽബുർഗിയിലെ ഒരു ഡാറ്റാ സെന്റർ വഴിയാണ് വോട്ട് വെട്ടൽ പരിപാടികൾ നടന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ ആരോപണത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു വോട്ടിന് 80 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ വെട്ടിമാറ്റാനായിട്ട് എന്നുള്ളതാണ്. ഒരു നിശ്ചിത എണ്ണം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി ഒരു ഡാറ്റ എൻട്രി ടീമിന് അവരെ തയ്യാറാക്കി ആകെ ഏതാനും 1 ലക്ഷം രൂപ നൽകിയിരിക്കാം എന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞത് 6 പേരെങ്കിലും ഇതിൽ ഉൾപ്പെടുന്നു. വിജയകരമായി നീക്കം ചെയ്യപ്പെടുന്ന ഓരോ വോട്ടുകൾക്കും 80 രൂപ നൽകിയതായും 2023 സംസ്ഥാന തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം 7000 വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അഭ്യർത്ഥനകൾ ലഭിച്ചതായും വാർത്താ ഏജൻസിയായിട്ടുള്ള PTIയോട് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അലന്തിൽ വോട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടന്നു. ഞങ്ങൾ 30ഓളം പേരെ ചോദ്യം ചെയ്തു എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അലന്ത് മണ്ഡലത്തിൽ വോട്ട് ജോലി നടന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഈ അലന്ത് മണ്ഡലം എനിക്ക് തോന്നുന്നത് അലന്ത് മണ്ഡല ബിദാർ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന കൽബുർഗി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ അവിടെ വോട്ട് ജോലി നടന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പറയുന്ന കാര്യം ഈ SIT കൂടെ കണ്ടെത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് കുറച്ച് കൂടുതൽ ശക്തി വരികയല്ലേ ചെയ്യുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ ബീഹാറിലും വോട്ട് ചോദ്യം നടന്നിരിക്കാനുള്ള വലിയ സാധ്യതയല്ലേ ഇതിൽ തെളിഞ്ഞു വരുന്നത്? എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്? ഒരു പ്രേക്ഷകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വാർത്ത കേൾക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. കാരണം അതിന്റെ ഒരു സത്യം കൂടെ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നമ്മളിത് കണ്ടോ, ധർമ്മസ്ഥലിലും ആയാലും മറ്റുള്ളിടങ്ങളിലും ആയാലും ഒക്കെ വാർത്തകൾ ഇങ്ങനെ പെട്ടെന്ന് വരും. പക്ഷെ ഈ ഒരു വാർത്തയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അതായത് ന്യൂസ് ഇന്ത്യ മലയാളം നമ്മൾ ഈ പോയിന്റ് കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെ ഒരു സെൽഫ് ഗോളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഈ BJPക്കാർ കൂട്ടത്തോടെ വോട്ട് വെട്ടിമാറ്റുന്നു, മറ്റിടങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അധികമായി അവിടെയൊക്കെ കൂട്ടിച്ചേർക്കുന്നു. 2 കാര്യങ്ങളാണ് അതിലുള്ളത്. അതിനകത്തൊരു ലോജിക്കിന്റെ പ്രശ്നമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വോട്ട് വെട്ടിമാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റു പാർട്ടിക്കാര് ഇത് അറിയാതിരിക്കില്ലല്ലോ. കാരണം അവരുടെ കയ്യിലും വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാറുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് എല്ലാ പാർട്ടിക്കാരുടെ ഇപ്പൊ തന്നെ നമ്മൾ ചെല്ലാമെങ്കിൽ, ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചെല്ലാമെങ്കിൽ നമ്മുടെ വാർഡിലുള്ള കമ്മ്യൂണിസ്റ്റിന്റെയോ BJPയുടെയോ കോൺഗ്രസിന്റെയോ ആരുടെയെങ്കിലും ഒക്കെ ഈ ബൂത്ത് പ്രസിഡന്റുമാരും ബൂത്തിൽ ഉള്ള ടീംസ് ഒക്കെ ഉണ്ട്. അവരുടെ ചോദിക്കാമെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് കാണിക്കും. അത് വെച്ചിട്ടാണല്ലോ ഇവന്മാര് സ്ലിപ്പ് എഴുതിയിട്ട് നമുക്കിവിടെ വീട്ടിൽ കൊണ്ട് തലവെച്ച് ഏൽപ്പിക്കുന്നത്. നമ്മൾ ചോദിച്ചാൽ അവർ തരും. അവരത് ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിയിട്ട്
ആരൊക്കെ പോയിട്ടുണ്ട്, ആരൊക്കെ ചേർക്കുന്നുണ്ട്, ആരൊക്കെ വെട്ടിമാറ്റാനുണ്ട് എന്നൊക്കെ അവർ മാസങ്ങൾക്ക് മുമ്പേ തന്നെ തയ്യാറെടുപ്പ് തുടങ്ങും. അങ്ങനെയുള്ളിടത്താണ് ഇദ്ദേഹം പറയുന്നത് കൂട്ടത്തോടെ ഏതാണ്ട് 6000-7000 വെട്ടിമാറ്റി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അത് ലോജിക്കിന്റെ പ്രശ്നമാണ്, അത് ലോജിക്കപരമായിട്ട് ചിന്തിക്കുക. ഇനി സീരിയസ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹം പറയുന്നത് അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ പെടുന്ന വ്യക്തിയാണ്, വ്യക്തിയല്ല, അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ഈ വോട്ട് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് കർണാടക SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത്? കാരണം വോട്ട് വെട്ടിമാറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 66,000 വോട്ട് ഇദ്ദേഹം വെട്ടിമാറ്റി എന്നാണ് പറയുന്നത്. 66,000 വോട്ട് വെട്ടിമാറ്റി അഡീഷണൽ ആയിട്ട് വോട്ട് ചേർത്തിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ അവിടെ ജയിക്കേണ്ടത് BJP അല്ലേ? അതൊരു ചോദ്യമാണ്. പക്ഷെ അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണ്. ഇനി അതിന്റെ കണക്ക് കൂടി പറയണം. 2018 അലന്ത് മണ്ഡലത്തില് സുഭാഷ് കുഠേദോർ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് 697 വോട്ടിനാണ് 2018. അതായത് ഇപ്പോൾ നടന്ന നിയമസഭയ്ക്ക് 98 വോട്ട്, വേറും 698 വോട്ട്. ഇത് 2018 ഇപ്പൊ നടന്ന നിയമസഭയ്ക്ക് മുമ്പ്, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇദ്ദേഹം പറഞ്ഞത് ഇതിന് ശേഷമാണ് വോട്ട് വെട്ടിമാറ്റിയത്. ഈ വോട്ട് വെട്ടിമാറ്റി 66,000 വോട്ട് ചോരി നടത്തിയത്. 66,000 വോട്ട് വെട്ടിമാറ്റുമ്പോൾ സ്വാഭാവികമായി ഈ സുഭാഷ് കൊഠേദോർ എന്ന് പറയുന്ന BJPയുടെ നേതാവ് തന്നെയാണ് ഇത്തവണയും മത്സരിച്ചത് ഈ നിയമസഭയിലും. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ 697 പകരം കുറഞ്ഞ പക്ഷം ഒരു 6000 വോട്ടിനെങ്കിലും അദ്ദേഹം ജയിക്കേണ്ടതല്ലേ? പക്ഷെ അവിടെ സംഭവിച്ചത് 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BR പാർട്ടി, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം 10,000-ൽ പരം വോട്ടുകൾക്ക് അവിടെ ജയിക്കുകയാണ്. അതായത് 697 വോട്ടിന് BJP ജയിച്ച ഒരു സ്ഥലം. അതായത് ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു, ഇവിടെ നല്ല ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അത് കോൺഗ്രസും BJPയും കട്ടക്ക് നിൽക്കുന്ന ഒരു മണ്ഡലം. അവിടെ 697 വോട്ടിന് BJP ജയിച്ച സ്ഥലത്ത് ഇവര് പറയുന്നു വോട്ട് ചോരി നടത്തി 66,000 വോട്ട് വെട്ടിമാറ്റിയ ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി 2023 ഇപ്പൊ നടന്ന നിയമസഭയിൽ BR പാർട്ടിയിൽ 10,000-ന് മേൽ വോട്ട് നേടി ജയിച്ചു. ചുരുക്കി പറഞ്ഞ ഈ അലന്ത് മണ്ഡലത്തിൽ ഈ ബാപ്പി ആദ്യ വോട്ട് ചോരി നടത്തി എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന അലന്ത് മണ്ഡലത്തിൽ BJP ആയിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരി നടത്തി എന്ന് പറയുന്ന ആ വർഷം അവിടെ ജയിച്ചിരിക്കുന്നത് 2023 അവിടെ ജയിച്ചിരിക്കുന്നത് BR പാട്ടീൽ എന്ന് പറഞ്ഞ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആണ്. അതിനു മുമ്പ് BJP ജയിച്ചിരുന്നത് വെറും 697 വോട്ടിനാണെങ്കിൽ ഇത്തവണ വോട്ട് ചോരി നടത്തി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന കൃത്യം 6,000 വോട്ടുകളോടെ അതിന്റെ മാർജിനോടുകൂടി ഒരു 10,000 വോട്ട് കൂടെ ഭൂരിപക്ഷത്തോടുകൂടി ഒരു 4,000 വോട്ട് കൂടെ ആഡായി അവിടെ കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസ് ജയിച്ച അലന്ത് മണ്ഡലത്തിലാണ് ഇപ്പോൾ വോട്ട് ചോരി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ആരോപണം അവിടെ ഇത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ റീ ഇലക്ഷൻ വരണ്ടേ? റീഎലക്ഷൻ അല്ല. അങ്ങനെയെങ്കിൽ അവിടെ ഈ BJPയുടെ ഈ പറയുന്ന സുഭാഷ് കുഠേദോർ എന്ന് പറയുന്ന വ്യക്തി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണ്ടേ? കുറഞ്ഞ വർഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച ഭൂരിപക്ഷത്തിലെങ്കിലും ജയിക്കണ്ടേ? ഇത് വെട്ടിമാറ്റാത്ത സമയത്ത്, ഈ വോട്ട് ചോരി നടത്താത്ത, വോട്ട് മോഷണം നടത്താത്ത സമയത്ത് ഇദ്ദേഹം 697 വോട്ടിന് ജയിച്ച വ്യക്തിയാണ് ഈ കുഠേദോർ. അദ്ദേഹം ഈ വോട്ട് വെട്ടിമാറ്റിയപ്പോൾ അദ്ദേഹം തോക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വോട്ട് ചോരി അപ്പം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധി തന്നെയാണെന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി BJP ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തില് വോട്ട് ചോരി നടത്തി കോൺഗ്രസിനെ കൃത്യമായിട്ടുള്ള മാർജിനിൽ, ആ പറഞ്ഞ വോട്ടിന്റെ അതേ മാർജിനിൽ ജയിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് തെളിയുന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിച്ച ആ മണ്ഡലത്തിൽ അത് നമുക്ക് റീ ഇലക്ഷൻ വിളിക്കണ്ടേ? അല്ല, അതിന്റെ ഒരു ഇതിലേക്ക് ഞാൻ ഈ ലാസ്റ്റ് സമയത്ത് ഞാൻ വരാം. ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ വരാം. ഇപ്പം ഇത് ഞാൻ അവിടുത്തെ ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇനി ഈ പറയുന്ന അലന്ത് നിയമസഭാ മണ്ഡലം നിലകൊള്ളുന്നത് ഇല്ലെങ്കിൽ ഉള്ള ജില്ല എന്ന് പറയുന്നത് കുൽബുർഗി. ഇതെല്ലാവർക്കും അറിയാവുന്ന കുൽബുർഗി. കാരണം അവിടെ പണ്ട് സംഘികൾ ആരൊക്കെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, പിന്നെ സമയം പോകും. കുൽബുർഗി എന്ന് പറയുന്ന ജില്ലയാണ്. അവിടെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ. ഒന്ന് കുൽബുർഗി ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, മറ്റൊന്ന് ബിദാർ എന്ന് പറയുന്ന ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. ഇനി ഇവിടെ കുൽബുർഗിയിൽ ആരാണ് ജയിച്ചത്? 2019 ഉമേഷ് ജാവദ് എന്ന് പറയുന്ന BJP നേതാവാണ് 2019 ലോക്സഭയിൽ അവിടെ ജയിച്ചത്. പക്ഷെ 2024 വന്നപ്പോൾ രാധാകൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ് അവിടെ MP. കുൽബുർഗിയിലാണ്, അതായത് ഈ അലന്ത് നിയമസഭാ മണ്ഡലം നിൽക്കുന്ന ജില്ലയിലെ ഒരു ലോക്സഭാ മണ്ഡലം. രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമാണ് ബിദാറിൽ 2019 ഭഗവന്ത് കുബെ എന്ന് പറയുന്ന BJPയുടെ നേതാവ് 5,85,000 വോട്ടിന് ജയിച്ചു. പക്ഷെ 2024 വന്നപ്പോഴേക്കും അവിടെ സാഗർ ഈശ്വർ കന്ദ്രെ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് 6,63,017 വോട്ടിനാണ് ജയിച്ചത്.
വോട്ട് വെട്ടിമാറ്റുമ്പോൾ ഈ 5,80,000 എന്നുള്ളത് കുറഞ്ഞ പക്ഷം അതെങ്കിലും കാണണ്ടേ? വേണ്ട, 5 ലക്ഷമെങ്കിലും ഭൂരിപക്ഷം കാണണ്ടേ? പക്ഷെ അതിന് പകരം അവിടെ കോൺഗ്രസിന്റെ സാഗർ ഈശ്വർ കരേന്ദ്ര ജയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 6,63,173, അതായത് BJP-യുടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെക്കാളും ഏതാണ്ട് ഒരു 10,70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ കോൺഗ്രസിന്റെ നേതാവ് ജയിക്കുന്നത്. അങ്ങനെ ആ ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഇത്തവണ കോൺഗ്രസ് ആണ് ജയിച്ചത്. അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അത് രണ്ടും BJP-യുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. അനന്ത് നിയമസഭാ മണ്ഡലം BJP-യുടെ സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. ഇനി ഇത് പറയുമ്പോൾ അവിടെ എല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആണ്. ഇനി ആദ്യമായി ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചത് ഏത് സംസ്ഥാനത്തെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടായിരുന്നു? കർണാടകത്തിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്തുകൊണ്ടാണ് കർണാടക അദ്ദേഹം തിരഞ്ഞെടുത്തത്? കർണാടകത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന, കോൺഗ്രസ് ഹൈക്കമാൻഡിനൊപ്പം നിൽക്കുന്ന മന്ത്രിസഭയുള്ള ഒരേ ഒരു സംസ്ഥാനം. ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം അതായത് അന്വേഷണം തുടങ്ങിയിട്ടില്ല. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ഡലമാണ് അലന്ത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരാളെ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു കുറ്റം നടക്കുന്നു, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, കോഴിക്കോട് ഇന്ന സ്ഥലത്ത് ആണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്, അവിടെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. പിന്നീട് അന്വേഷണം പോകുന്നു, അവിടുന്ന് തന്നെ ആളുകളെ പിടിക്കുന്നു, വോട്ട് ചോരി നടന്നു എന്ന് പറയുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കത് പിന്നീട് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, ചിന്തിക്കാത്തവർക്ക് ചിന്തിക്കാം. ഇത് എന്റെ ഒരു ഊഹം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സാധാരണപ്പെട്ടവന്റെ മനസ്സിലും വരുമല്ലോ. നേരത്തേക്ക് മുൻകൂട്ടി തന്നെ ഒരു സ്ഥലം പറയുന്നു, ഇവിടെയാണ് ഇത് നടന്നത് എന്ന് പറയുന്നു, പിന്നീട് പോലീസും അത് കണ്ടെത്തുന്നു അവിടെയാണെന്ന്. ആ സ്ഥലത്തൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇദ്ദേഹം പറയുന്ന വോട്ട് വെട്ടിമാറ്റിയ സ്ഥലങ്ങളിലെല്ലാം ഈ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ്. ഇതെല്ലാം BJP-യുടെ സിറ്റിംഗ് MPമാരും MLA-മാരും ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ വോട്ട് എന്തായാലും ഞാൻ തോക്കാൻ വേണ്ടിയിട്ട് എന്റെ വോട്ട് വെട്ടിമാറ്റത്തില്ലല്ലോ, ഞാൻ ജയിക്കാനല്ലേ വോട്ട് വെട്ടിമാറ്റത്തില്ല, പൈസ കൊടുത്തിട്ടാണല്ലോ ജയിക്കുന്നത്. അവിടെയാണ് ഈ സംഭവം വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സാധനം പോകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ അറസ്റ്റിൽ ശരിക്കും പുലിവാല് പിടിക്കാൻ ഇപ്പം നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സുബേഷ് കൊട്ടേദാറൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന്. കാരണം ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വോട്ട് വെട്ടി മാറ്റിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും ഡേറ്റാസും ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കാ? ഈ MLA-ക്ക് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് മനസ്സിലാകാൻ കഴിയാത്ത കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രയോജനം വേണം ഇലക്ഷന്, അല്ലെ? അങ്ങനെയാണല്ലോ സാധാരണ വേണ്ടത്. ഇത് പ്രയോജനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കണക്കുകളും ഇതുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നതുമില്ല. ഒരുപക്ഷെ എന്റെ ഒരു സംശയം ഞാൻ പറയുകയാണ്, അതായത് രാഹുൽ ഗാന്ധിക്ക് സംശയിക്കാമെങ്കിൽ എനിക്കും സംശയിക്കാം. എന്റെ സംശയം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവം നടന്നതിന് ശേഷം മനഃപൂർവ്വം ചെയ്തതാകാൻ പാടില്ലേ ഈ ഡേറ്റാസ് എല്ലാം അങ്ങോട്ട് കൊടുക്കുക? ഞാനൊരു കുറ്റം ചെയ്തു, താങ്കളെ പ്രതിയാക്കണമെന്നുണ്ടെങ്കിൽ, താങ്കളുടെ തലയ്ക്ക് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലേ? കാരണം 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നൊരു വലിയ രീതിയിലുള്ള ഒരു ഓളം ഈ രാജ്യത്തുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇതുവരെ BJP ജയിച്ചിരുന്നൊക്കെ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയും അത് വെച്ചുകൊണ്ട് BJP-യുടെ പല നേതാക്കളെയും അകത്താക്കുവാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമായിട്ട് ഇതിനെ കണ്ടൂടെ, വ്യാഖ്യാനിച്ചൂടെ? അപ്പോൾ ചോദിക്കും, എന്തിനാണ് ഇദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി കോടതിയാണ്. ഫസ്റ്റ് ഈ കോടതിയിൽ വിചാരണ നടന്നിട്ടല്ലോ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നടക്കുന്ന ഒരു കാര്യമാണ്. കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഇത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ അതിന് വലിയ മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും മുൻകൂർ ജാമ്യത്തിലേക്ക് പോകുന്നത്. പിന്നീട് വിചാരണ നടന്ന് ഇദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ തെളിയേണ്ടത് പിന്നീടുള്ള കാര്യമാണ്. ഇത് രാജ്യവ്യാപകമായി നടത്താൻ ഒരു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലില്ല എന്നാണ് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇല്ല എങ്കിൽ BJP ജയിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ കഥയാണ് ഈ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ചിന്തിക്കാമായിരുന്നു. ഇനി പറഞ്ഞത് ഈ ഹരിയാനയിലെ കേസ്, അവിടെയും കോൺഗ്രസ് ആണ്. എനിക്ക് മനസ്സിലാകാത്തൊരു സാധനം, എനിക്ക് ലോജിക്കായിട്ട് മനസ്സിലാകാത്ത, ബാക്കി രാഹുൽ ഗാന്ധി പറയുന്ന എന്തുമായിക്കോട്ടെ, ഓക്കെ, അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം കിട്ടും. പറയുന്ന കാര്യത്തിൽ ഇതെന്താണ് സംഭവിച്ചത്? അതായത് 2024 ഒരു വലിയ ഗൂഢാലോചന ഇവിടെ നടന്നു. ഞങ്ങൾ അധികാരത്തിൽ വരും, നിങ്ങൾ മാറാതെ വെച്ചിരിക്കുന്ന 500-ന്റെ 1000 നോട്ട് മാറിത്തരും, പലയിടത്തും നമ്മുടെ വടക്കൻ ജില്ലകളിൽ ചിലയിടത്തൊക്കെ കട്ടിലടിയിൽ ഇപ്പോഴും മെത്തക്കടിയിൽ ഇട്ടിട്ടുണ്ട്, മാറ്റിത്തരും എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയത്. ഇതുപോലെ എല്ലാവരും നിങ്ങളെ അഴിച്ചുവിടും, നിങ്ങൾ എന്ത് പണിക്കും നിങ്ങൾ നടന്നോ, പഴയതുപോലെ അർമാദിച്ചോ. അതായത് ഈ കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി പറയുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ ജയിച്ചിരിക്കുന്നത്, വോട്ട് ചോരി നടന്നു എന്ന് പറയുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളുമാണ്. പോരാത്തതിന് BJP-യുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. ഈ വോട്ട് ചോരി അവിടെ നടന്നിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. 2024
ഈ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊരു വലിയ ഓളം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എടുത്ത് BJP-യുടെ തലയിലിട്ടിട്ട് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുക, അതൊരു നല്ലൊരു പ്ലാനാണ് കേട്ടോ. സീരിയസ്ലി, അത് എന്റെ തലയിൽ പോലും ഉദിക്കാത്തൊരു സാധനം. അടിപൊളി. അല്ല, രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ചിന്തിക്കുമെങ്കിൽ എനിക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? സ്വാഭാവികമല്ലേ? വളരെ ലോജിക്കലാണ്. പക്ഷേ അപ്പം അതെ, ലോജിക്കലല്ല, അതാണ് നടന്നിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണം പറയട്ടെ. ഇതിൽ ചുറ്റിപ്പറ്റി ഇതിന് ബാക്കിയുള്ളവരെയും പിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ബാക്കിയുള്ളവരെയും പിടികൂടണം. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ച് കണ്ടെത്തിയ സാധനമാണ് ഇത് നമ്മൾ കണ്ടെത്തിയ ഒരു സാധനമാണ്. ഇത് റിയൽ ഉള്ള സാധനമാണല്ലോ. ഇതിന്റെ വോട്ടിന്റെ എണ്ണം പോലും നമ്മൾ പറഞ്ഞ് കൃത്യമാണല്ലോ. അന്വേഷിക്കണം. ഇത് ഇവിടെ കൊണ്ട് നിർത്തരുത്. ഇത് മുമ്പോട്ട് പോകണം. ഇത് അന്വേഷിക്കണം. ബാക്കിയുള്ള കർണാടക മുഴുവൻ അന്വേഷിക്കണം. കാരണം ഞാൻ പറയുന്നത് കർണാടക BJP സ്റ്റേറ്റ് കമ്മിറ്റി ഇത് ആവശ്യപ്പെടണം. ഈ അന്വേഷണം ആവശ്യപ്പെടണം. എന്നാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇത് ഇനി എന്തായിരിക്കും ഇത് ഇനി അടുത്തവർ പറയാൻ പോകുന്നത് അറിയാവോ? അങ്ങനെ ഒരു ടെക്നീഷ്യന് ഇതിനകത്ത് കയറി ഇങ്ങനെ വോട്ട് വെട്ടി മാറ്റാൻ പറ്റുമെന്ന്. അതൊരു പുതിയ കാര്യമല്ല. ഹാക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ബാങ്കിന്റെ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകൾ. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ല. നമ്മുടെ ബാങ്കിലോ ലോക്കറിലും പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയൊക്കെ സുന്ദരമായിട്ട് നൈജീരിയക്കാരന്മാർ വരെ അടിച്ചുകൊണ്ട് പോകുന്ന കാലമാണിത്. അപ്പൊ ഇതിനകത്ത് കയറി പറ്റാൻ വരും. ടെക്നോളജി അങ്ങനെയാണല്ലോ. കടന്നു കയറാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ ടെക്നോളജി. അല്ലാതെ അവസാനം എന്നൊരു വാക്ക് ടെക്നോളജിക്ക് ഇല്ല, ഫിനിഷ് എന്നൊരു വാക്കില്ല, എൻഡ് എന്ന വാക്ക് ടെക്നോളജിക്ക് ഇല്ല. അത് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലോ. അത് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും മുമ്പോട്ട് പോകും. അതാണ് അതിന്റെ രീതി. ഏതായാലും ഇത് രാഹുൽ ഗാന്ധിക്ക് ഒരു ബൂമറാങ്ങായി മാറാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. സാധാരണ ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. നമ്മൾ എന്തായാലും ഈ വാർത്ത എടുത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ അറസ്റ്റ് വന്നു കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കോൺഗ്രസ്സുകാർ ഇതൊരു വലിയ ആഘോഷമാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെങ്കിലും ഇങ്ങനൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ ഇല്ല എന്നുള്ളത്. ഏതായാലും ഇപ്പൊ കൊണ്ടുവന്ന സാധനം പൊളിഞ്ഞടുങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കണക്കും കാര്യങ്ങളും ഇതെല്ലാം. ഇനി അടുത്തത് വരുമ്പോ നമുക്ക് നോക്കാം അടുത്തത് എന്താണ് എന്നുള്ളത്. ഇതിങ്ങനെയാണ്. ഇനി ബാക്കി വരട്ടെ, ബാക്കി ചർച്ചകൾ വരട്ടെ. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് പുറത്തിറക്കാം. എന്താണ് ഇതിന്റെ ബാക്കി കഥ.